ഷാബു പ്രസാദ് നമുക്ക് പോകുന്നുണ്ട്. ഷാബു പ്രസാദ്, തിരുവനന്തപുരം തലസ്ഥാനം പിടിക്കാൻ കോൺഗ്രസ് ശബരിനാഥനെ തന്നെ രംഗത്തിറക്കി ആദ്യം തന്നെ കളം പിടിച്ചിരിക്കുകയാണ്. ഇനി അത് പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നറിയില്ല. അവിടെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു BJP. രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള വലിയ ഒരു സ്ട്രാറ്റജിക് ടീം ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ അപ്പോഴും എന്താണ് തദ്ദേശം പിടിക്കാനും നിയമസഭ പിടിക്കാനുമുള്ള BJPയുടെ ലക്ഷ്യമായി താങ്കൾക്ക് തോന്നുന്നത്? BJPയുടെ കയ്യിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഉള്ളതായിട്ട് താങ്കൾക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഈ ശബരിമല വിഷയത്തിലൊന്നും UDF ചെയ്തതിൻ്റെ അത്രയും BJP ചെയ്തിട്ടില്ല എന്ന് BJP നേതാക്കൾക്ക് തന്നെ അറിയാം, BJP അണികൾക്കും അറിയാം. അപ്പോൾ ശബരിമല വിഷയം ഊതി കത്തിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. എന്തായിരിക്കും BJPയുടെ കയ്യിലെ ആ തന്ത്രം? ഷാബു പ്രസാദ് എന്താണ് കരുതുന്നത്? അരുൺ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ വളരെ കൗതുകപൂർവ്വം ഇവിടെ നടന്ന ആ ഒരു ചർച്ച ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ ക്ഷേമ പെൻഷന്റെ കാര്യം. അതായത് മാസം 2000 ആണോ 2500 രൂപയാണോ എന്നുള്ളതായിരുന്നല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ തർക്കം. 300 രൂപയായിരുന്നു, 500 രൂപയാക്കി, അങ്ങനെ ഇപ്പോൾ അത് 2000 രൂപ വരെ എത്തി. അതായത് ഒരു മാസം 2000 രൂപ കൊണ്ട് ജീവിക്കേണ്ടവരുടെ കണക്കുകളാണ് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് എത്ര 35 ലക്ഷമോ 65 ലക്ഷമോ മറ്റോ. ഈ മാസം 2500 രൂപ കൊണ്ട് 2000 രൂപ കൊണ്ട് ജീവിക്കേണ്ടവരുടെ കണക്കുകൾ പറയുമ്പോഴാണ് ഒരു വശത്തൂടെ ഇവിടെ അതിദാരിദ്ര്യം മുഴുവനും തുടച്ചു നീക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസം 2500 രൂപ കൊണ്ട് ജീവിക്കേണ്ടവർ ദാരിദ്ര്യത്തിന്റെ ഏത് വ്യാകരണത്തിലാണ് പെടുക എന്നുള്ളത് എനിക്ക് കൊണ്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. അതാണ് ഞാനിവിടെ എൻ്റെ മനസ്സിലൂടെ ഇപ്പോൾ വന്നത് മുഴുവനും അതാണ്. ഇവിടെ മുഴങ്ങി കേൾക്കുന്നത് മുഴുവനും ഈ മാസം 2500 രൂപ കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന പാവം മനുഷ്യരുടെ അവസ്ഥയെ പറ്റിയാണ്. ഇനി താങ്കൾ ചോദിച്ചത് BJPയുടെ മനസ്സിൽ എന്താണുള്ളത്, BJPയുടെ തന്ത്രം എനിക്കറിയില്ല. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യം, BJPയുടെ ഉള്ളുകളിലെ അവരുടെ ചർച്ചകളിലൊന്നും എനിക്ക് ആക്സസ് ഇല്ല, എനിക്കറിയില്ല. നമുക്ക് പുറത്തു നിന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് BJPയുടെ തന്ത്രം എന്ന് പറയുന്നത് വളരെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന സംഘടനാ യന്ത്രവും അത് ജനങ്ങളിലേക്ക് ഇറക്കി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് വളരെ ജയിക്കുക എന്ന ഒരു കില്ലർ ഇൻസ്റ്റിങ്റ്റോടുകൂടി പ്രവർത്തിക്കുന്ന BJPയുടെ സംഘടനാ യന്ത്രത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുക. വലിയ ഒച്ചയും വിളിയും ബഹളങ്ങളും ഒന്നുമില്ലാതെ അവർ വളരെ നിശബ്ദമായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ. പിന്നെ ശബരിമല പ്രക്ഷോഭത്തിലൊന്നും BJPയെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് അത് നിങ്ങളുടെ കണ്ടിട്ടില്ല എന്നല്ല. UDFും BJPയും തുലനം ചെയ്താൽ UDF നടത്തിയ വലിയ പ്രചരണങ്ങൾ പോലെ BJPയുടെ ഭാഗത്ത് നിന്ന് കണ്ടില്ല, അത്രയേ ഉള്ളൂ. തലസ്ഥാനത്ത് അവന് പ്രതിഷേധിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ സമ്മതിക്കുന്നു. അല്ല, അതാണ് പറഞ്ഞത്. BJP നടത്തിയ പ്രചരണങ്ങൾക്ക് മാധ്യമങ്ങളിൽ പ്രാധാന്യം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നന്നാവുക. അത് ജനങ്ങളുടെ ഇടയിൽ എത്തിയിട്ടുണ്ട്. കാര്യം ഇവിടെ പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമമൊക്കെ BJP നടത്തിയതല്ലെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ്. അതിന് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ അതിന് ഒരു ചോദ്യം, അങ്ങ് മനസ്സിലാക്കുന്ന ഈ ആന്റി ഇൻകുംബൻസി എന്താണ് ഭരണവിരുദ്ധ വികാരത്തിന്റെ അടിസ്ഥാനം? ഇപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ 5 വർഷവും പ്രതിപക്ഷത്തിന് വരാൻ കഴിഞ്ഞില്ല, BJPക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കിയെല്ലാം ഊഹാപോഹങ്ങൾ മാത്രമാണ്, ഒന്നും നമ്മുടെ മുന്നിലില്ല. CMRLന്റെ കാര്യത്തിലടക്കം വിജിലൻസും പിന്നീട് ഹൈക്കോടതി എടുത്ത് തൊട്ടിക്കളഞ്ഞു. അപ്പോൾ എന്താണ് ആന്റി ഇൻകുംബൻസിയുടെ ഫാക്ടർ? ജനങ്ങളുടെ ജീവിതത്തിന്റെ ഗുണനിലവാരമാണെങ്കിൽ ഇതാ ഇപ്പോൾ അതിദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കാര്യമെടുത്താൽ കേരളം മുൻപിലാണ് എന്ന് കേന്ദ്രത്തിന്റെ കണക്കുകൾ വരുന്നു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഇതേ നീതി ആയോഗ് കേരളത്തെ അംഗീകരിക്കുന്നു. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശിശുമരണ നിരക്കിന്റെ കാര്യത്തിൽ അമേരിക്കയെ മറികടന്നു എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പ്രശംസാപത്രം ഉണ്ടാക്കുന്നു. എന്തിനേറെ കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള മന്ത്രിമാർ പോലും കേരളത്തിന്റെ വികസനത്തെക്കുറിച്ച് സംസാരിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. റോഡുകൾ കേന്ദ്ര സഹായത്തോടു കൂടിയാണെങ്കിലും മികച്ച നിലയിലേക്ക് മാറാൻ പോകുന്നു. അപ്പോൾ എവിടെയാണ് ഈ ആന്റി ഇൻകുംബൻസി ഫീൽ ചെയ്യുന്നത് ഷാബു പ്രസാദിന്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആന്റി ഇൻകംബൻസി ഉണ്ട് ജനങ്ങൾക്ക്, അതുണ്ടല്ല. പക്ഷേ ഇവിടുത്തെ ഈ ഒന്നിനും കൊള്ളാത്ത കഞ്ഞി കുഞ്ഞിരാമന്മാരായ പ്രതിപക്ഷത്തിന് അത് മുതലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. പ്രതിപക്ഷ ധർമ്മം എന്ന ഒരു സാധനമുണ്ട്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷ ബഹുമാനപ്പെട്ട ഷാഫി ചാലിയത്തിന് വിഷമം തോന്നും, എങ്കിലും ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
ഇവിടെ നിലനിൽക്കുന്ന ഒരു ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആന്റി ഇൻകംബൻസി ഉണ്ട്. ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷാബു പ്രസാദ്. ഒരു നിരീക്ഷണമാണ്. കാര്യം ആന്റി ഇൻകംബൻസി ഈ തിടുക്കപ്പെട്ട് ചില കാര്യങ്ങളിൽ പ്രതിപക്ഷ നേതാവുന്ന പ്രസ്താവന നടത്തി പോകുന്നു എന്നതിനപ്പുറത്തെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുന്നുണ്ടോ? ഇപ്പോൾ പല അഴിമതി പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു. നമ്മൾ സ്പ്രിംഗ്ലറൊക്കെ കഴിഞ്ഞ തവണ കേട്ടു, ക്യാമറയുടെ കാര്യത്തിൽ നമ്മൾ കേട്ടു, ഇതിലൊന്നും തന്നെ ഫോണിൻ്റെ കാര്യത്തിൽ കേട്ടു. പക്ഷേ ഇതൊന്നും കേസായിട്ട് വരുന്ന സമയത്ത് നിലനിൽക്കുന്നതിൽ മാത്രമല്ല അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അതെല്ലാം അവിടെ വെച്ച് അവസാനിപ്പിച്ച് പുതിയ കാര്യങ്ങളേക്ക് പിടിച്ചു പോകുന്നു. പക്ഷെ അതിന് പിന്നാലെ നിൽക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിന് എന്ന് തോന്നുന്നുണ്ടോ ഷാബുവിന്? അബ്സല്യൂട്ട്ലി ഞാനതിന് എനിക്കത് തോന്നുന്നുണ്ട്. കാര്യം എന്തല്ല ഇവിടെ നടക്കുന്ന പകൽക്കൊള്ളയെല്ലാം പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. പക്ഷേ അതിനെ ജനങ്ങളിൽ എത്തിച്ച് അതൊരു വലിയ ചർച്ചാ വിഷയമാക്കി ഒരു ഭരണമാറ്റത്തിന് ശ്രമിക്കാനോ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ ആ ഒരു ജനവികാരം തിരിച്ചുവിടാനോ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഒരു 100% വാസ്തവമാണ്. Debate with Dr. Arun Kumar.